പന്മന ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുൻപിട്ട വീഡിയോയിൽ ഇടുമ്പൻ സ്വാമിയെ കുറിച്ചിട്ടുള്ള ഐതിഹ്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ നിന്നും ഞാൻ വായിച്ചു മനസ്സിലാക്കിയെടുത്ത കഥ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. ഹിന്ദു പുരാണം അനുസരിച്ച് മുരുകന്റെ ഭക്തനും അഗസ്ത്യമുനിയുടെ ശിഷ്യനുമായിരുന്നു ഇടുമ്പൻ. ആൽത്തറയിൽ ഇടുമ്പ പ്രതിഷ്ഠയുള്ള തെക്കൻ കേരളത്തിലെ പുണ്യപുരാതന ക്ഷേത്രമാണ് പന്മനയിലേത്. മുരുകനും ഇടുമ്പനും കാവടിയും തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയുന്നത്. ശിവഗിരി, ശക്തിഗിരി എന്നീ രണ്ട് മലകളെ ദക്ഷിണേന്ത്യയിലെ വസതിയിലേക്ക് കൊണ്ടുവരുവാൻ അഗസ്ത്യൻ ആഗ്രഹിച്ചു. തുടർന്ന് ഇടുമ്പൻ തന്റെ തൂളിലേറ്റിയ മലകൾ ഇരുവശങ്ങളിലുമായി കാവടിയുടെ രൂപത്തിൽ വഹിച്ചു. ക്ഷീണിതനായ അദ്ദേഹം പളനിക്ക് സമീപം കാവടിയുമായി വിശ്രമിച്ചു. ഈ സമയം ജ്ഞാനപ്പഴം ഗണപതി ഭഗവാൻ നേടിയതിന്റെ വിഷമത്തിൽ സുബ്രഹ്മണ്യൻ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഈ മലയിൽ തന്റെ മയിൽവാഹനത്തിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഇടുമ്പനെ കണ്ട മുരുകൻ അദ്ദേഹത്തിന്റെ ഗുരുഭക്തി പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഇതറിയാതെ ഇടുമ്പൻ തന്റെ യാത്ര പുനരാരംഭിച്ചപ്പോൾ മല ഉയർത്തുവാൻ കഴിഞ്ഞില്ല. മുരുകൻ അത് അസാധ്യമാക്കി തീർത്തിരുന്നു. പിന്നീട് നടന്ന ഭീകരമായ പോരാട്ടത്തിൽ ഇടുമ്പൻ കൊല്ലപ്പെട്ടു. എന്നാൽ ഇടുമ്പന്റെ ഗുരുഭക്തിയിലും ദൃഢനിശ്ചയത്തിലും ആകൃഷ്ടനായ മുരുകൻ ഇടുമ്പനെ പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ സുബ്രഹ്മണ്യ ഭക്തനായി തീർന്ന ഇടുമ്പൻ കാവടിയേന്തി വരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിയണമെന്ന വരവും കൊടുത്തു. അങ്ങനെ ഇടുമ്പൻ സുബ്രഹ്മണ്യന്റെ കാവലാളായി മാറുകയും ചെയ്തു. ഇതാണ് ഐതിഹ്യം.